Hello dear students, welcome back to the discussion on the revolutions. In this series, we have been discussing some of the major revolutions that happened in the world and what are their impacts. Today we are going to discuss the French Revolution. So first, what are the causes or what are the important events that happened as part of the French Revolution? The first cause is social inequality, or what we call the social cause. In order to understand inequality in French society, first we should understand what was the condition or what was the structure of French society at the time of the revolution. So basically, the French society was divided into three. The first state, clergy, the second state or nobles, the third state or middle class people. Out of these three groups, two were in most advantaged position and the remaining one was in least advantaged or disadvantaged position. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ആദ്യം ഫ്രഞ്ച് റവല്യൂഷൻ്റെ കോസസ് കാരണങ്ങൾ എന്തൊക്കെയാണ്, ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങൾ ഇവൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കുന്നത്. ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് സോഷ്യൽ ഇനിക്വാലിറ്റിയാണ്, അല്ലെങ്കിൽ സാമൂഹിക അസമത്വമാണ്, തുല്യതയില്ലായ്മയാണ്. സോ ഫ്രഞ്ച് സൊസൈറ്റിയുടെ ഇനിക്വാലിറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ റവല്യൂഷൻ്റെ സമയത്ത് എന്തായിരുന്നു ഫ്രഞ്ച് സൊസൈറ്റിയുടെ സ്ട്രക്ചർ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്നത് ബേസിക്കലി മൂന്നായി തരംതിരിക്കപ്പെട്ടിരുന്നു. അതായത് റവല്യൂഷൻ്റെ മുമ്പ് ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്നത് മൂന്നായി ഡിവൈഡ് ചെയ്തിരുന്നു. ഒന്ന് ക്ലർഗി, then nobles, then middle class people. സോ ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നു. ഫ്രഞ്ച് സൊസൈറ്റിയുടെ ഏറ്റവും ടോപ്പിലുള്ള ആളുകളായിരുന്നു ക്ലർജിയും നോബിൾസും. സോ സൊസൈറ്റിയിലെ ഏറ്റവും ഉയർന്ന പൊസിഷൻസിൽ ഇരിക്കുന്ന ആളുകളാണ് ക്ലർജിയും നോബിൾസും. മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് സൊസൈറ്റിയുടെ ഏറ്റവും താഴെയുള്ള ആളുകളായിരുന്നു. അതിൽ ഫാമേഴ്സ് ഉണ്ടായിരുന്നു, ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു, ആർട്ടിസാൻസ് ഉണ്ടായിരുന്നു. സോ ഫ്രഞ്ച് സൊസൈറ്റിയുടെ മെജോറിറ്റി ഓഫ് ദി പോപ്പുലേഷനും മിഡിൽ ക്ലാസ് വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. അപ്രോക്സിമേറ്റ്ലി 98% ഓഫ് ദി ഫ്രഞ്ച് പോപ്പുലേഷൻ വാസ് ഇൻ മിഡിൽ ക്ലാസ് ഓർ തേർഡ് സ്റ്റേറ്റ്. സോ മിഡിൽ ക്ലാസിൻ്റെ പ്രത്യേകത അതിലായിരുന്നു മഹാഭൂരിഭാഷം വരുന്ന ജനങ്ങളും, പക്ഷെ അവർ സൊസൈറ്റിയിലെ ഏറ്റവും താഴെക്കടയിലുള്ള ആളുകളായിരുന്നു. സോ ഇതായിരുന്നു ഫ്രഞ്ച് സൊസൈറ്റിയുടെ സ്ട്രക്ചർ, ഇതായിരുന്നു ഫ്രഞ്ച് സൊസൈറ്റി. ഈ സൊസൈറ്റിയെ ഗവേൺ ചെയ്യാൻ ഒരു രാജാവ് ഉണ്ടായിരുന്നു. സോ ഫ്രഞ്ച് സൊസൈറ്റി ഉണ്ടായിരുന്നു. ഫ്രഞ്ച് സൊസൈറ്റി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നു. ഇവർക്ക് എല്ലാവർക്കും മുകളിൽ ഒരു ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. സോ ഈ സ്ട്രക്ചർ എങ്ങനെയാണ് സോഷ്യൽ ഇനിക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ ബേസിക്കലി ക്ലർജിയുടെ പ്രത്യേകത, അവരുടെ കയ്യിൽ ധാരാളം ഭൂസ്വത്തുണ്ടായിരുന്നു. അവർ ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. സോ അവർ ദേ ഹെൽഡ് എ വാസ്റ്റ് ലാൻഡ്. അവർ ധാരാളം ഭൂസ്വത്ത് കൈവശം വെച്ചു, പക്ഷെ അവർ ടാക്സ് അടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. രാജാവിന് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം അവർക്കുണ്ടായിരുന്നില്ല. ദേ കളക്റ്റഡ് ടാക്സസ് കോൾഡ് ടൈത്തെ ഫ്രം ഫാമേഴ്സ്. സോ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടൈത്തെ എന്ന് പറയുന്ന ഒരു ഇനം ടാക്സ് അവർ കളക്ട് ചെയ്തിരുന്നു. ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് പീപ്പിൾ. സോ മിഡിൽ ക്ലാസ് പീപ്പിളിൻ്റെ കയ്യിൽ നിന്നും ടൈത്തെ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ടാക്സ് ക്ലർജി കളക്ട് ചെയ്തിരുന്നു. ദേ കൺട്രോൾഡ് ഹയർ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി. സോ സൊസൈറ്റിയിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളായിരുന്നു ക്ലർജി എന്ന് പറയുന്നത്. ദെൻ നോബിൾസ് എന്ന് പറഞ്ഞാൽ ദേ എൻഗേജ് ഇൻ മിലിറ്ററി സർവീസ്. രാജാവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മിലിറ്ററി സർവീസിലായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട എൻഗേജ്മെൻറ്റ്. ആൻഡ് ദേ ആൾസോ ഹെൽഡ് എ വാസ്റ്റ് ലാൻഡ് ആൻഡ് ദേ കളക്റ്റഡ് ടാക്സസ് ഫ്രം ദി മിഡിൽ ക്ലാസ്. ദേ ലെഡ് ലക്ഷൂറിയസ് ലൈഫ്. ദേ ആൾസോ എക്സെപ്റ്റഡ് ഫ്രം ദ ടാക്സസ് ആൻഡ് ദ നോട്ട് പെയ്ഡ് വേജസ് ഫോർ ദി ഫാമേഴ്സ്. സോ അവർ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് അവർ കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല, അവർ ലക്ഷൂറിയസ് ലൈഫായിരുന്നു. അവർ ഫാമേഴ്സിൻ്റെ മിഡിൽ ക്ലാസിൻ്റെ കയ്യിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തിരുന്നു. അവരുടെ കയ്യിൽ നിന്നും ധാരാളം ഭൂസ്വത്തുണ്ടായിരുന്നു. സോ ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും ക്ലർജിയുടെയും നോബിൾസിൻ്റെയും ഒരു കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് അവർക്ക് കയ്യിൽ ധാരാളം ഭൂസ്വത്തുണ്ടായിരുന്നു. അവർ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകൾ ടാക്സ് അടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് മിഡിൽ ക്ലാസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ തേർഡ് സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു. സമൂഹത്തിൽ ഉയർന്ന പൊസിഷൻസ് കൈകാര്യം ചെയ്തിരുന്നു. ദെൻ തേർഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പീപ്പിൾ, ഇവർ ടൈലെ എന്ന് പറയുന്ന ഒരു ടാക്സ് ഗവൺമെൻറ്റിന് പേ ചെയ്തിരുന്നു. ലാൻഡിൻ്റെ മുകളിലുള്ള ടാക്സാണ്, അത് അവർ ഗവൺമെൻറ്റിന് പേ ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് അഡ്മിനിസ്ട്രേഷൻ അതിൽ ഭരണത്തിൽ പ്രത്യേകിച്ച് സ്വാധീനമോ അതിന് പ്രത്യേകിച്ച് റോളോ ഉണ്ടായിരുന്നില്ല. ആൻഡ് ലോ സോഷ്യൽ സ്റ്റാറ്റസ്, സൊസൈറ്റിയിൽ ഏറ്റവും താഴെക്കടയിലുള്ള ആളുകളായിരുന്നു മിഡിൽ ക്ലാസ് പീപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ദേ പേ ടാക്സസ് ടു ദി ക്ലർഗി ആൻഡ് നോബിൾസ്. സോ ഇവരുടെ വ്യത്യാസം, തേർഡ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് അവർ ക്ലർജിക്ക് ടാക്സ് അടക്കണം, നോബിൾസിന് ടാക്സ് അടക്കണം, ഒപ്പം തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ രാജാവിനും കൂടി ടാക്സ് അടക്കണം.
പക്ഷെ അവർക്ക് ഭരണത്തിൽ പ്രത്യേകിച്ച് സ്വാധീനമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് റോളോ ഉണ്ടായിരുന്നില്ല. ഇതാ അതാണ് ലോ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സോ ഇതായിരുന്നു ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് അതല്ലെങ്കിൽ അവരുടെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ സിസ്റ്റം ബേസിക്കലി ഫ്രഞ്ച് സൊസൈറ്റിക്കിടയിൽ ഒരു ഇനിക്വാലിറ്റി, ഒരു അസമത്വം ക്രിയേറ്റ് ചെയ്തു. സോ ഈ അസമത്വം ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇത് കാരണം, ഈ സ്ട്രക്ചർ കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സ്വാഭാവികമായിട്ടും മിഡിൽ ക്ലാസ് പീപ്പിളാണ്. സോ അവർ ഫ്രഞ്ച് രാജാവിനെതിരെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെതിരെ റിവോൾട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ദെൻ റോൾ ഓഫ് തിങ്കേഴ്സ്. സോ റിനൈസൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ റിനൈസൻസിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ റിനൈസൻസിലൂടെ കുറേ തിങ്കേഴ്സ് ഒരുപാട് മോഡേൺ കൺസെപ്റ്റുകൾ ഓരോ സൊസൈറ്റിയിലേക്ക് കൊടുക്കും. സോ ബേസിക്കലി ഇത്തരം തിങ്കേഴ്സും റവല്യൂഷനെ സഹായിക്കുന്നുണ്ട്. സോ മോഡേൺ കൺസെപ്റ്റുകൾ സൊസൈറ്റിയിലേക്ക് എത്തിച്ച് ആ മോഡേൺ കൺസെപ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സൊസൈറ്റി റിവോൾട്ട് ചെയ്യുമ്പോഴാണ് ആക്ച്വലി റവല്യൂഷൻ സംഭവിക്കുന്നത്. സോ വോൾട്ടയർ റിഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി, പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, ക്വാളിറ്റി ആൻഡ് ഹ്യൂമനിസം. വോൾട്ടയർ എന്ന് പറയുന്ന ഫിലോസഫർ, തിങ്കർ, ക്ലർജീൻ്റെ എക്സ്പ്ലോയിറ്റേഷനെതിരെ ശക്തമായിട്ട് വാദിച്ചു. ഒപ്പം തന്നെ റാഷണൽ തിങ്കിങ്, ഇക്വാലിറ്റി, ഹ്യൂമനിസം പോലെയുള്ള പ്രോഗ്രസീവ് കൺസെപ്റ്റ്, റിനൈസൻസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പ്രോഗ്രസീവ് കൺസെപ്റ്റ് ഫ്രഞ്ച് സൊസൈറ്റിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. റൂസോ വാസ് ടോൾഡ് ദാറ്റ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ, ഡിക്ലെയർഡ് ദാറ്റ് ദ പീപ്പിൾ ആർ സോവറൈൻ. സോ റൂസോ എന്ന് പറയുന്ന തിങ്കർ പറഞ്ഞത് മനുഷ്യൻ ഫ്രീ ആയിട്ടാണ് ജനിക്കുന്നത്, സ്വതന്ത്രമായിട്ടാണ് ജനിക്കുന്നത്, പക്ഷേ എല്ലായിടത്തും അവൻ ചെങ്ങലക്കടപ്പെട്ടിട്ടുണ്ട്. സോ ജനങ്ങൾ ക്ലർജിയാലും നോബിൾസിനാലും രാജാവിനാലും അടിമകളാകപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ പ്രതിഷേധിക്കണം. മാനാണ് സോവറൈൻ പവർ, അതല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പരമാധികാരം മനുഷ്യനാണ്. അതുകൊണ്ട് മിഡിൽ ക്ലാസ്സിനാണ് അവർ പ്രതികരിക്കണം എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റുകൾ സൊസൈറ്റിയിലേക്ക് കൊടുത്തു. മോണ്ടസ്ക്യൂ എൻകറേജ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്, സജസ്റ്റഡ് ദ വിഷൻ ഓഫ് പവർ. സോ മോഡേൺ ഐഡിയാസ് ആയിട്ടുള്ള ഡെമോക്രസി, ജനാധിപത്യവും റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്റും, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്ന രാജാവായിരിക്കാൻ പാടില്ല, പക്ഷേ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളായിരിക്കണം, ഇലക്ഷനിലൂടെ വരുന്ന ആളുകളായിരിക്കണം തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ സൊസൈറ്റിയിലേക്ക് എത്തിച്ചത് മോണ്ടസ്ക്യൂ ആയിരുന്നു. ഒപ്പം തന്നെ ഡിവിഷൻ ഓഫ് പവേഴ്സ്. അപ്പോൾ ഓർഗാൻസ് ഓഫ് ദി ഗവൺമെൻറ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ, ജുഡീഷ്യറി, ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ സെപ്പറേറ്റ് ആയിരിക്കണം. സോ എക്സിക്യൂട്ടീവ്സിൻ്റെ പണിയെടുക്കുന്ന ആളുകൾ ലെജിസ്ലേഷൻ ചെയ്യാൻ പാടില്ല, ജുഡീഷ്യറി ഒരിക്കലും മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. സോ അവരുടെയൊക്കെ പവർ സെപ്പറേറ്റ് ആയിരിക്കണം, അവരുടെ പവേഴ്സൊക്കെ സെപ്പറേറ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള മോഡേൺ കൺസെപ്റ്റുകൾ സൊസൈറ്റിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തത് മോണ്ടസ്ക്യൂ ആയിരുന്നു. ദെൻ അനദർ റീസൺ, മിസ് റൂൾ ഓഫ് ബർബൺ കിങ്സ് വിച്ച് ഇസ് കോൾഡ് പൊളിറ്റിക്കൽ കോസ്. സോ ആ സമയത്ത് ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയിസ് 16 എന്ന് പറയുന്ന ബർബൺ കിങ് ആയിരുന്നു. അതിന് മുമ്പ് ഭരിച്ചിരുന്നത് ബർബൺ കിങ്ങിൽ രാജവംശത്തിൽപ്പെടുന്ന ആളുകളായിരുന്നു. സോ ഇവരുടെ പ്രത്യേകത, ഇവർ ഓട്ടോക്രാറ്റിക് ആയിരുന്നു, സ്ക്വാണ്ടേഴ്സ് ആയിരുന്നു. ഓട്ടോക്രാറ്റിക് എന്ന് പറയുമ്പോൾ ഏകാധിപതികളായിരുന്നു. മാക്സിമം മിഡിൽ ക്ലാസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ കൊള്ളയടിച്ച് സ്ക്വാണ്ടർ ചെയ്തിട്ടായിരുന്നു ഇവർ ഭരിച്ചിരുന്നത്. ദേ ലെഡ് ലൈഫ് ഓഫ് ലക്ഷറി ആൻഡ് എക്സ്ട്രാവജൻസ്. ഈ മിഡിൽ ക്ലാസ് ഏറ്റവും കൂടുതൽ മിസറി, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിൽ മിഡിൽ ക്ലാസ് ജീവിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ടാക്സും മറ്റും അവർ മാക്സിമം ലൂട്ട് ചെയ്തിട്ട് ഇവർ ലക്ഷൂറിയസിലും ഒപ്പം തന്നെ ധൂർത്തിലുമായിട്ട് ജീവിച്ചു. ദ സ്റ്റുഡ് ഓൺലി ഫോർ ക്ലർജി ആൻഡ് ലോഡ്സ്. സോ ഇവരെന്തെങ്കിലും കാര്യങ്ങൾ സഹായിക്കുന്നുണ്ടല്ലേ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോബിൾസിനും ക്ലർജിക്കും വേണ്ടി മാത്രമായിരിക്കും. ഒരിക്കലും അവർ മിഡിൽ ക്ലാസ്സിനെ സഹായിച്ചിരുന്നില്ല. ഫ്രീക്വൻറ്റ് വാർ, ഡ്രോട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ ബ്രോട്ട് ഫ്രാൻസ് ഇൻ ടു ബാങ്ക്രപ്റ്റസി. സോ അതേസമയം ഈ രാജാവ് തന്നെ ഫ്രാൻസിലുള്ള യൂറോപ്പിലുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്തിരുന്നു. ഇതേ സമയത്ത് നടക്കുന്ന അമേരിക്കൻ റവല്യൂഷനെ സഹായിക്കാൻ, അമേരിക്കൻ റവല്യൂഷനിൽ അമേരിക്കയിലുള്ള ജനങ്ങളെ, അമേരിക്കൻ കോളനികളെ ബ്രിട്ടനെതിരെ സഹായിക്കാൻ ഫ്രാൻസ് ഫിനാൻഷ്യലി അതുപോലത്തെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒപ്പം തന്നെ മാറി വരുന്ന ഡ്രോട്ട് അതുപോലെ തന്നെ ക്രോപ്പ് ഫെയിലിയർ കാരണം ഫാമേഴ്സിന് വരുമാനം ഉണ്ടായിരുന്നില്ല. സോ ഇങ്ങനെയുള്ള കാരണങ്ങളാൽ മൊത്തം ഫ്രാൻസിൻ്റെ അവസ്ഥ, ഫ്രാൻസ് ബാങ്ക്രപ്റ്റഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഫ്രാൻസ് വലിയൊരു കടാവസ്ഥയിലേക്ക്, വലിയൊരു കടത്തിലേക്ക് ഫ്രാൻസ് ഏറ്റവും കൂടുതൽ കടം വാങ്ങേണ്ട അവസ്ഥ വന്നു. സോ ഫാമേഴ്സിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആർട്ടിസൻസ്, ഫാമേഴ്സ്, ട്രേഡേഴ്സിൻ്റെ ഒക്കെ പ്രത്യേകത, അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അവർ രാജാവിന് ടാക്സ് അടക്കണം, ക്ലർജിക്ക് ടാക്സ് അടക്കണം, ഒപ്പം തന്നെ നോബിൾസിനും ടാക്സ് അടക്കണം. പക്ഷേ അവർ സൊസൈറ്റിയിൽ ഏറ്റവും പൊസിഷനിലിരിക്കുന്ന ആളുകളാണ്. ഇനി രാജാവ് ഈ പറയുന്ന ബാങ്ക്രപ്റ്റഡ് ആവുന്ന സമയത്ത്, രാജ്യം കടക്കണിയിൽ വീഴുന്ന സമയത്ത് പോലും മാക്സിമം ടാക്സ് ഈ പറയുന്ന മിഡിൽ ക്ലാസ്സിൻ്റെ കയ്യിൽ നിന്നായിരുന്നു പിരിച്ചിരുന്നത്. സോ ഈ മിഡിൽ ക്ലാസ് അവരുടെ മിസറിക്കെതിരെ, അവരുടെ ദുരവസ്ഥക്കെതിരെ അവർ പ്രതികരിക്കാൻ, റിവോൾട്ട് ചെയ്യാൻ തീരുമാനിച്ചു.
ദെൻ ഇമ്മീഡിയറ്റ് കോസ് ടെന്നീസ് കോർട്ട് ഓത്ത്. ഇതൊരു പ്രധാനപ്പെട്ട ഇവൻ്റാണ്, ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇവൻ്റാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. സോ ലൂയിസ് 16 summoned the State General, the French Parliament, to levy new taxes upon commoners. The French Parliament had 3 estates. Traditionally, each estate had 1 vote. As a result, the nobility and the clergy could always overrule the third estate. സോ ഇത്തരം സാഹചര്യത്തിൽ ഫ്രാൻസ് ബാങ്ക്രപ്റ്റഡായി, ഫ്രഞ്ച് ഗവൺമെൻറ് കടക്കണിയിലായി. സോ ഇനിയും ടാക്സ് കളക്ട് ചെയ്യണം, ഇനിയും കോമണേഴ്സിനെ ടാക്സ് ചെയ്തുകൊണ്ട് ആ കടക്കണിയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് രാജാവ് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസിൻ്റെ സ്റ്റേറ്റ് ജനറൽ എന്ന് വെച്ചാൽ ഫ്രാൻസിൻ്റെ പാർലമെൻറ്റ് പോലെയുള്ള ഒരു ബോഡിയാണ്. അന്ന് പാർലമെൻറ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഏകദേശം ഇപ്പോഴത്തെ പാർലമെൻറ്റ് സിസ്റ്റത്തെ പോലെ ഉണ്ടായിരുന്ന ഒരു സംവിധാനമായിരുന്നു സ്റ്റേറ്റ് ജനറൽ. സോ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു വരുത്തി. ഈ സ്റ്റേറ്റ് ജനറൽ അതല്ലെങ്കിൽ പാർലമെൻറ്റിൽ മാക്സിമം എല്ലാ ഗ്രൂപ്പിൽ നിന്നും, സൊസൈറ്റിയിലെ എല്ലാ ഡിവിഷൻസിൽ നിന്നുമുള്ള പ്രതിനിധികളുണ്ടായിരുന്നു. നോബിൾസിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു, ക്ലർജിയുടെ പ്രതിനിധികളുണ്ടായിരുന്നു, കോമൺ പീപ്പിൾ അല്ലെങ്കിൽ മിഡിൽ ക്ലാസിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു. സോ രാജാവ് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു വരുത്തി. കാരണം ഫ്രാൻസ് ബാങ്ക്രപ്റ്റഡായി. സോ ഇനി എങ്ങനെ വരുമാനം കണ്ടെത്താം, അല്ലെങ്കിൽ കോമൺ പീപ്പിളിനെ ഇനി എങ്ങനെ ടാക്സ് ചെയ്യാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു വരുത്തിയത്. സോ ഈ സ്റ്റേറ്റ് ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ ഇപ്പോഴത്തെ പാർലമെൻറ്റ് പോലെ, നമ്മുടെ ഇപ്പോഴത്തെ പാർലമെൻറ്റ് പോലെയുള്ള ഒരു ബോഡിയാണ്, ഒരു സിസ്റ്റമാണ്. സോ അതിൽ ക്ലർജിയുടെ പ്രതിനിധികളുണ്ടാവും, നോബിൾസിൻ്റെ പ്രതിനിധികളുണ്ടാവും, കോമൺ പീപ്പിളിൻ്റെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസിൻ്റെ പ്രതിനിധികളുണ്ടാകും. സോ രാജാവ് ഈ പറയുന്ന സ്റ്റേറ്റ് ജനറൽ വിളിച്ചു വരുത്തുകയും ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഈ പറയുന്ന സ്റ്റേറ്റ് ജനറലിൻ്റെ പ്രത്യേകത, സ്റ്റേറ്റ് ജനറലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് കോമൺ പീപ്പിളിന്. സ്വാഭാവികമായിട്ട് 98% ഓഫ് ദി ഫ്രഞ്ച് പോപ്പുലേഷൻ വാസ് ഇൻ തേർഡ് സ്റ്റേറ്റ്, അതല്ലെങ്കിൽ കോമൺ പീപ്പിൾ. സോ കോമൺ പീപ്പിളായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പീപ്പിൾ. അവരുടെ പ്രതിനിധികളായിരുന്നു സ്റ്റേറ്റ് ജനറലിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ദെൻ ഏറ്റവും കുറവ് ആളുകളുണ്ടായിരുന്നത് നോബിൾസ്, ദെൻ ക്ലർജി. സോ ഈ സ്റ്റേറ്റ് ജനറലിൽ മഹാഭൂരിപക്ഷം വരുന്ന പ്രതിനിധികൾ മിഡിൽ ക്ലാസ് പീപ്പിളിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വോട്ടായിരുന്നു. സോ ടോട്ടൽ ക്ലർജി വിഭാഗത്തിൽ നിന്ന് വരുന്ന പ്രതിനിധികൾക്ക് ഒരു വോട്ട്, ദെൻ നോബിൾസിൽ നിന്ന് ഒരു വോട്ട്, മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഒരു വോട്ട്. സോ 98% പോപ്പുലേഷന് ഒരു വോട്ട്, ബാക്കി വരുന്ന 1% പോപ്പുലേഷൻ ഒരു വോട്ട്, ദെൻ ക്ലർജി ആയിട്ടുള്ള 1% പോപ്പുലേഷൻ ഒരു വോട്ട്. സോ ഇത് ഇൻജസ്റ്റിസ് ആയിരുന്നു. സോ ഇങ്ങനൊരു സിസ്റ്റം അവർ കൊണ്ടുവരാൻ കാരണം, സ്വാഭാവികമായിട്ടും ക്ലർജിക്കും നോബിൾസിനും അറിയാം ഇവർക്ക് അവരുടെ ജനസംഖ്യക്കനുസരിച്ച് വോട്ടിംഗ് റൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ അവരുടെ വോട്ട് പ്രിവെയിൽ ചെയ്യും. സോ 98%-ന് അത്രയും അവർക്ക് അത്രയും വോട്ട് ശതമാനം കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ ആ ഡിസിഷൻ അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ പീപ്പിളിൻ്റെ വോട്ടിന് വാല്യൂ കൂടുതലായിരിക്കും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്ലർജിക്ക് ഒരു വോട്ട്, സ്റ്റേറ്റ് ജനറൽ അതായത് ഫ്രാൻസിൻ്റെ പാർലമെൻറ്റിൽ ഒരു വോട്ട്, നോബിൾസിന് ഒരു വോട്ട്, ഒപ്പം തന്നെ കോമൺ പീപ്പിളിന് ഒരു വോട്ട്. ഈ സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. സോ കോമൺ പീപ്പിളിനെതിരായിട്ടുള്ള തീരുമാനങ്ങൾ അവരുടെ സ്റ്റേറ്റ് ജനറൽ പാസ്സാക്കും. സോ സ്റ്റേറ്റ് ജനറൽ പാസ്സാക്കുന്ന സമയത്ത് ആ തീരുമാനത്തിന് അനുകൂലമായിട്ട് ക്ലർജി വോട്ട് ചെയ്യും, നോബിൾസ് വോട്ട് ചെയ്യും. പക്ഷേ അതിനെതിരെ വോട്ട് ചെയ്യാൻ കോമൺ പീപ്പിളിന് ആകെ ഒരു വോട്ട് ഉണ്ടായിരുന്നു. സോ ഒന്നിനെതിരെ 2 വോട്ടുകൾക്ക് നിയമം പാസ്സാവും. സോ ആ 2 വോട്ടുകൾ ഈ കോമൺ പീപ്പിളിനെതിരായിട്ട് ക്ലർജിയും നോബിൾസും ഉപയോഗപ്പെടുത്തും. അതിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് ഇത്രയും വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഒരു വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. സോ ഈ സിസ്റ്റത്തിനെതിരെ ഇപ്പോൾ വിളിച്ചു ചേർത്തിട്ടുള്ള, ഈ പ്രത്യേക സാഹചര്യത്തിൽ വിളിച്ചു ചേർത്തിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ പ്രതികരിക്കാൻ തേർഡ് സ്റ്റേറ്റ് തീരുമാനിച്ചു. സോ ഈ പറയുന്ന മിഡിൽ ക്ലാസ് പീപ്പിൾ ഇത് മാറ്റിയിട്ട് എല്ലാവർക്കും പ്രാതിനിധ്യത്തോടുകൂടിയുള്ള, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിന് അർഹമായിട്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ്സ് ആവശ്യപ്പെട്ടു. ദ കോമണേഴ്സ് ഓർ തേർഡ് സ്റ്റേറ്റ് ഡിമാൻഡഡ് ഇൻഡിവിജ്വൽ വോട്ട് ഫോർ ഈച്ച് മെമ്പേഴ്സ് ഓഫ് ദി പാർലമെൻറ്റ്, but the others rejected. So the third estate declared themselves as the National Assembly of the France and assembled in the nearby tennis court and swore not to leave until they had framed a constitution of France. സോ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വോട്ട് സിസ്റ്റത്തിൽ താല്പര്യമില്ല, ഞങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വോട്ട് വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാതിനിധ്യത്തിനനുസരിച്ചുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് അനുവദിച്ച് തരണം എന്ന് പറഞ്ഞു. സോ രാജാവോ അതല്ലെങ്കിൽ നോബിൾസോ ക്ലർജിയോ ഇത് അംഗീകരിച്ചില്ല. സോ അവർ പറഞ്ഞു, അതായത് കോമൺ പീപ്പിൾ പറഞ്ഞു, അതല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞു, ഇനി ഞങ്ങളാണ് ഫ്രാൻസിൻ്റെ അസംബ്ലി, 98% വരുന്ന ഞങ്ങളാണ് ഫ്രാൻസിൻ്റെ അസംബ്ലി,
നിങ്ങളല്ല, നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞു. സോ അങ്ങനെ ആ ഡിസിഷൻ എടുത്ത് അവർ തൊട്ടടുത്തുള്ള ഈ പറയുന്ന സ്റ്റേറ്റ് ജനറൽ ബിൽഡിങ്ങിന് തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് ജനറൽ ബിൽഡിങ്ങിൽ നിന്ന് അവർ ഫ്രാൻസിസ് ലൂയിസ് 16 അവരെ പുറത്താക്കി. സോ ഈ കോമൺ പീപ്പിൾ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനമെടുത്തു, ഇനി ഫ്രാൻസിന് വേണ്ടിയിട്ട് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഞങ്ങളാണ് ഇനി ഫ്രാൻസിൻ്റെ ജനറൽ അസംബ്ലി, ഇനി ഞങ്ങളാണ് ഫ്രാൻസിൻ്റെ പാർലമെൻറ്റ്, ഇനി ഞങ്ങൾ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയില്ല എന്നുള്ളത്. Then, commencement of the French Revolution. Demolition of Bastille Prison. Revolution is stormed with the slogan Liberty, Equality and Fraternity, and demolished the Bastille Prison in 14 July 1789, the symbol of Bourbon monarchy. Women conducted a march with the slogan Give us blood. So, French Revolution സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ റെവല്യൂഷണറീസിന് ആവശ്യമായിട്ടുള്ള ഗൺ പൗഡർ അതല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങളും മറ്റ് ലോജിസ്റ്റിക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവർ പല വഴികൾ തേടൽ തുടങ്ങി. സോ റെവല്യൂഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അവർ ഈ പറയുന്ന ബർബൺ മൊണാർക്കിയുടെ ഭാഗമായിരുന്നില്ല, അതായത് ഒരു സിമ്പിളായിരുന്നില്ല ബാസ്റ്റിലെ പ്രിസൺ തകർക്കുകയും അവിടെയുള്ള ഇൻമേറ്റ്സിനെ അതല്ലെങ്കിൽ ആ ജയിലുണ്ടായിരുന്ന ആളുകളെ മോചിപ്പിക്കുകയും അവിടെ നിന്ന് ഗൺ പൗഡറും അവർക്ക് റെവല്യൂഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ലോജിസ്റ്റിക്സും അവർ കളക്ട് ചെയ്യുകയും ചെയ്തു. ദെൻ വുമൻസ് ഈ സംഭവമാണ് റെവല്യൂഷന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ അവർ ടെന്നീസ് കോർട്ട് ഒത്തു കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഡിമോളിഷൻ ഓഫ് ബാസ്റ്റിലെ പ്രിസൺ. ദെൻ വുമൻസ് കണ്ടക്ടഡ് എ മാർച്ച് വിത്ത് ദ സ്ലോഗൻ ഗിവ് us blood. സോ ലേഡീസും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. സോ മിഡിൽ ക്ലാസ്സിൽ ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. സോ ഈ മിഡിൽ ക്ലാസ്സിലെ സ്ത്രീകളും ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. സോ അവരും ഇതിൽ ആക്റ്റീവായിട്ട് ഗീവ് us blood തുടങ്ങിയിട്ടുള്ള സ്ലോഗൻസ് ഉന്നയിച്ചുകൊണ്ട്. സോ ദി റിസൾട്ട് ഇൻഫ്ലുവൻസ് ഓർ ഇമ്പാക്റ്റ് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ. സോ നമ്മൾ അമേരിക്കൻ റെവല്യൂഷൻ ചെയ്തതുപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷന് എത്രത്തോളം വേൾഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, പ്രത്യേകിച്ച് യൂറോപ്പിൽ എത്രത്തോളം ഫ്രഞ്ച് റെവല്യൂഷൻ നടന്ന ശേഷം അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇറ്റ് ത്രെട്ടൺ ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ഇൻ യൂറോപ്പ്. സോ ഫ്രഞ്ച് റെവല്യൂഷൻ വിജയകരമായിരുന്നു. ഫ്രാൻസിലുണ്ടായിരുന്ന ഓട്ടോക്രാറ്റിക് റൂളറെ അവർ പുറത്താക്കി. സോ അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലുണ്ടായിരുന്ന ഓട്ടോക്രാറ്റിക് റൂളേഴ്സിന് അതൊരു ഭീഷണിയായിട്ട് മാറി. സോ അവരുടെ നാട്ടിലുള്ള ആളുകളും അവർക്കെതിരെ റിവോൾട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ദ ഗ്രോത്ത് ഓഫ് ദി മിഡിൽ ക്ലാസ്. സോ ഈ മിഡിൽ ക്ലാസ് പീപ്പിൾ നമ്മൾ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു സൊസൈറ്റിയുടെ ഏറ്റവും അടിയിലുള്ള ആളുകളായിരുന്നു, ഏറ്റവും ലോ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. സോ ഈ റെവല്യൂഷനോട് അവർ റിവോൾട്ട് ചെയ്തിട്ട് അവരുടെ പൊസിഷൻ ഉയർത്തിക്കൊണ്ടുവന്നു. എമർജൻസ് ഓഫ് നാഷണലിസം. സോ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, അതല്ലെങ്കിൽ നാഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു രാജ്യത്തിന് കീഴിൽ വരുന്ന ആളുകൾ, ഇത് നമ്മുടെ മാതൃരാജ്യമാണ് തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകൾ യൂറോപ്പിലൊക്കെ പ്രത്യേകിച്ച് വരുന്നത് ഫ്രഞ്ച് റെവല്യൂഷനോട് കൂടിയാണ്. ടു കോൺട്രിബ്യൂട്ട് ടു ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സോവറൈൻസി. സോ ആക്ച്വലി പീപ്പിളാണ് ഭരിക്കേണ്ടത്, പീപ്പിളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നത്, പീപ്പിളാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്, ജനങ്ങൾക്കാണ് പരമാധികാരം തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റ് യൂറോപ്പിൽ ഇവോൾവ് ചെയ്യുന്നത് ഫ്രഞ്ച് റെവല്യൂഷന് ശേഷമാണ്. എൻഡ് ഓഫ് ദി ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ഫ്യൂഡൽ സിസ്റ്റം, യൂറോപ്പിൽ ഫ്യൂഡൽ സിസ്റ്റം. പക്ഷേ അതിൻ്റെ ഒരു ഓഫ് ഷൂട്ട്സ് മിഡീവൽ ഏജിലുണ്ടായിരുന്ന നമ്മുടെ ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ പല ഓഫ് ഷൂട്ട്സും ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് അത് ഫ്യൂഡൽ സിസ്റ്റത്തിൽ കർഷകരായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്. സോ ഈ പറയുന്ന മിഡിൽ ക്ലാസ്സിൽ പെടുന്ന കർഷകർ ഇതിനൊക്കെ റിവോൾട്ട് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫ്യൂഡൽ സിസ്റ്റം അവർ അബോളിഷ് ചെയ്തു. സ്റ്റിമുലേറ്റഡ് ഓൾ ദി ലേറ്റർ റെവല്യൂഷൻ. സോ ഫ്രഞ്ച് റെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് കുറേ റെവല്യൂഷൻസ് അതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ ഭാഗമായിട്ട് പല നാടുകളിലും പല രാജ്യങ്ങളിലും പല റെവല്യൂഷൻസും സംഘടിപ്പിക്കപ്പെട്ടു. നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഇൻ 1799 ഹി സീസഡ് ദ പവർ ഇൻ ഫ്രാൻസ്. സോ ഫ്രാൻസ് ഒരു മൊണാർക്ക് സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിൽ നിന്നും മാറി റിവോൾട്ട് ചെയ്ത് ഒരു പുതിയ സിസ്റ്റം അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷം നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നുണ്ട് 1799. സോ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിൽ നിന്ന് മാറി മറ്റൊരു ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിലേക്കാണ് എന്നുള്ളതാണ് പ്രത്യേകത. സോ ലൂയിസ് 16 എന്ന് പറയുന്ന ഓട്ടോക്രാറ്റിക് റൂളറെ മാറ്റിയിട്ട് അവർ റിവോൾട്ട് ചെയ്ത് പുതിയ സംവിധാനം, ലോലെസ്നെസ്സിനൊക്കെ ഉണ്ടായി, ഒരു നിയമമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായി. എന്നിട്ട് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തു. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം അവിടെ എന്ത് സംഭവിച്ചു? ഏകദേശം ഫ്രഞ്ച് റെവല്യൂഷൻ കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷം നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഭരണാധികാരിയായിട്ട് മാറി. ഹി വാസ് ഡിഫീറ്റഡ് ബൈ ദ യൂറോപ്യൻ അലയൻസ് ഇൻ ദ ബാറ്റിൽ ഓഫ് ദി വാട്ടർലൂ ഇൻ 1815. സോ നെപ്പോളിയൻ്റെ പ്രത്യേകത ഇൻവേർഡ് ചെയ്യുക എന്നൊരു,
എന്നുവെച്ചാൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും വെട്ടിപ്പിടിച്ച് ഫ്രാൻസിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതായിരുന്നു നെപ്പോളിയൻ്റെ പ്രത്യേകത. സോ നെപ്പോളിയൻ ഒരുപാട് യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട്. സോ അവസാനം 1815 യുദ്ധത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം തോൽക്കുന്നതും അവിടുന്ന് അധികാരം നഷ്ടപ്പെടുന്നു. സോ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പ്രത്യേകത, ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞ് ഫ്രഞ്ച് റവല്യൂഷനിൽ ആക്ച്വലി കോമൺ പീപ്പിൾ ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിനെതിരെ റിവോൾട്ട് ചെയ്ത് ഓട്ടോക്രാറ്റിക് സിസ്റ്റം ഇല്ലാതാക്കി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിലുള്ള ഒരു നെപ്പോളിയനെ പോലുള്ള ഒരാൾ വീണ്ടും അവിടെ അധികാരത്തിലെത്തുന്നുണ്ട്. ദെൻ നെപ്പോളിയൻ ഓട്ടോക്രാറ്റ് ആയിരുന്നെങ്കിൽ പോലും ഫ്രാൻസിൽ പല റാഡിക്കലായിട്ടുള്ള റീഫോമുകളും നെപ്പോളിയൻ നടപ്പിലാക്കിയിട്ടുണ്ട്. റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫാമേഴ്സ് വെർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. ഞാൻ പറഞ്ഞു, നമ്മുടെ റവല്യൂഷൻ നടക്കുന്നതിന് മുമ്പ് ക്ലർജി അല്ലെങ്കിൽ നോബിൾസ് ആയിരുന്നു മെജോറിറ്റി ഓഫ് ദ ലാൻഡും കൈകാര്യം ചെയ്തിരുന്നത്. ഫാമേഴ്സ്, അതായത് മിഡിൽ ക്ലാസ്സിന് ലാൻഡ് ഉണ്ടായിരുന്നില്ല. സോ അവർക്കൊക്കെ ലാൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു നെപ്പോളിയൻ. ഹി എക്സൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ക്ലർജി. സോ ക്ലർജി എന്നുള്ള പൗരോഹിത്യത്തെ, ക്ലർജി എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം, ചർച്ചും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ, അവർക്ക് സൊസൈറ്റിയിലുള്ള ഒരു പൊസിഷൻ, അതാണ് ക്ലർജി എന്ന് പറയുന്നത്. സോ അവരെ നിയന്ത്രിക്കാൻ നെപ്പോളിയനായി. ഈ ഫോംഡ് സിങ്കിങ് ഫണ്ട് ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. സോ പ്രധാനപ്പെട്ട കാരണം, ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ പ്രധാനപ്പെട്ട കാരണം പബ്ലിക് ഡെപ്റ്റ് ഇൻക്രീസ് ആയി ഫ്രാൻസ് ബാങ്ക്രപ്റ്റ് ആയതാണ്. സോ അത്തരം ബാങ്ക്രപ്റ്റൻസി ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട്, സിങ്കിങ് ഫണ്ട് എന്നുള്ളൊരു ഫണ്ട് നെപ്പോളിയൻ ഫോം ചെയ്തു. ഹി എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ആൻഡ് കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈങ് ദി എക്സിസ്റ്റിംഗ്. സോ അതുവരെ ഉണ്ടായിരുന്ന പല മേഖലകളായിട്ട് കടന്നിരുന്ന നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഫ്രാൻസിന് വേണ്ടിയിട്ട് ഒരു ഏകീകൃത നിയമം